ഇത് ഞാൻ ബദാം മുളപ്പിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. ബദാം നമ്മൾ സാധാരണ പയറ് പരിപ്പൊക്കെ മുളപ്പിക്കുന്ന പയറും അതേപോലെ കടലയൊക്കെ മുളയ്ക്കുന്നത് പോലെ മുളച്ച് കിട്ടില്ല കേട്ടോ. മുളച്ച് കിട്ടാനായിട്ട് നല്ല പണിയാണ്. കാരണം പറഞ്ഞാൽ ഇത് ഒരു 2-3 ദിവസം നമ്മൾ എല്ലാ ദിവസവും വെള്ളം മാറ്റിക്കളഞ്ഞ് ഒരു 3 ദിവസമെങ്കിലും വെള്ളത്തിലിടണം. അതിന് ശേഷം നമ്മളൊരു നനഞ്ഞ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു അടപ്പുള്ള ടിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലെടുത്തിട്ട് ഒരു 25 ദിവസം ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ കടലയും പയറൊക്കെ മുളച്ച് വരില്ലേ, അതേപോലെ ഒരു മുള വന്നിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ നല്ലൊരു പോട്ടി മിക്സിലോട്ട് ഇതേപോലെ ഇറക്കി വെക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതേ എൻ്റെ തൈ ഇത് ഇത്രയായിട്ടുണ്ട്. എൻ്റെ പരിപ്പൊന്നും വിട്ടു പോയിട്ടില്ല. ബദാമിൻ്റെ പരിപ്പിരിക്കണം കേട്ടോ സൈഡിലായിട്ട്. അതിന് ശേഷം ദേ ഇപ്പോൾ ഇത്രയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൈ. എന്തുമാത്രം ആവുമെന്ന് അറിയില്ല. ഇതിന് മുമ്പ് എനിക്ക് നല്ല രീതിയിൽ വന്നതായിരുന്നു. അത് എന്നിട്ട് എങ്ങനെയോ അത് ഒടിഞ്ഞു പോയി. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ ബദാം നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ദേ ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഇത് എന്തോരം ആവും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇതും ഒരു പരീക്ഷണമാണ്, നമുക്ക് നോക്കാം.